ബിഗ് ബോസിൽ സ്ട്രാറ്റജികൾ മാറുന്നത് വളരെ പെട്ടെന്നാണ്. ഇന്നലെ ഒരുമിച്ച് നിന്ന പലരും ഇപ്പോൾ രണ്ട് ചേരികളിലാണ്. അത് പലരുടെയും ഗെയിമിനെ നെഗറ്റീവായും പോസിറ്റീവായും ബാധിക്കാറുമുണ്ട്. പറഞ്ഞു വരുന്നത് മറ്റാരുടെയും കാര്യമല്ല, ആദിലയെക്കുറിച്ചാണ്. ഈ വീക്കിലെ ചേരിതിരിവ് ആദിലയെ നെഗറ്റീവായി ബാധിച്ചേക്കാം. കാരണം 3 പേരാണ്: അക്ബറും അനുവും ഷാനവാസും. കഴിഞ്ഞ പാവശാസ്ത്രം ഗെയിമിൽ അക്ബറിന്റെ പാവയെ മോഷ്ടിച്ച് ആദില നേടിയത് 120 പോയിന്റ്സ് ആണ്. ഇതുമൂലം ഗെയിമിൽ അക്ബർ 2ാം സ്ഥാനത്ത് നിന്നും വളരെ താഴെ വന്നു. സ്ട്രാറ്റജി എന്ന് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അത് അൺഫെയറായി പോയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ആദില അക്ബറിനോട് സംസാരിക്കാൻ ചെന്നെങ്കിലും അക്ബർ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ വളരെയധികം സംയമനം പാലിച്ചു നിന്നു. ഗെയിമിൽ ഇതുവരെ സ്ട്രോങ് ആയി നിന്ന അക്ബർ ഇന്നലെ കരഞ്ഞു. ഇത് ആദിലയെ നെഗറ്റീവായി ബാധിക്കാൻ സാധ്യതയേറെയാണ്. രണ്ടാമതായി അനുമോളുടെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായ പ്രശ്നത്തിൽ ആദിലയും നൂറയും മറ്റുള്ളവരോടൊപ്പം നിന്ന് അനുവിനെതിരെ സംസാരിച്ചു. കിച്ചൺ ക്യാപ്റ്റന്റെ പെർമിഷൻ ഇല്ലാതെ അനു കിച്ചണിലേക്ക് പോയി ഫുഡ് ഉണ്ടാക്കി. കിച്ചണിലുണ്ടായിരുന്ന ആര്യനും സാബുമോനും അക്ബറും ഫുഡ് ചോദിച്ചപ്പോൾ ആദ്യത്തെ ഒരു വട്ടം അനുമോൾ ആ ഫുഡ് അവർക്കായി കൊടുത്തു. രണ്ടാമത് വീണ്ടും അവർ ഫുഡ് ചോദിച്ചപ്പോൾ അത് ആദിലയ്ക്കും നൂറയ്ക്കുമുള്ളതാണെന്ന് അനുമോൾ പറഞ്ഞു. ഇതിനിടെ നെവിൻ ഭക്ഷണം ചോദിച്ചു വന്നപ്പോൾ അനുമോൾ നെവിനും കൊടുത്തിരുന്നില്ല. നെവിൻ ഇത് പ്രശ്നമാക്കിയപ്പോൾ ആദിലയും നൂറയും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് നിന്ന് അനുമോളെ കുറ്റം പറയുകയായിരുന്നു. ഇത് ശരിക്കും അനുവിനെ ഇമോഷണലി ഡൗൺ ആക്കി. അനു എന്ത് പറഞ്ഞാലും സമ്മതിച്ചു കൊടുക്കണമെന്നും അല്ലെങ്കിൽ അനു പിണങ്ങുമെന്നും അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നും നൂറ പറഞ്ഞു. മൂന്നാമത്തേത് ഷാനവാസാണ്. ഷാനവാസിനെ വാഴ എന്നാണ് ആദില പറഞ്ഞത്. വീട്ടിനുള്ളിൽ ഷാനവാസ് ഹിറ്റ്ലർ കളിക്കുകയാണെന്നും ആദില പറഞ്ഞു. ഇതെല്ലാം പൂർണ്ണമായും ആദിലയെ നെഗറ്റീവായി തന്നെ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളാണെന്ന് ഒരു സംശയവുമില്ല. മറ്റൊരു കണ്ടന്റുമായി കാണുന്നവരെ 90s Kid Official സൈനിങ് ഓഫ്.